ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ലൈവ് കണ്ടപ്പോഴും അനുമോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അനുമോൾ അത്തരം സംശയങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഒരു പരിധിവരെ ശരിയാണ്. ആര്യൻ്റെയും ജിസേലിൻ്റെയും അന്ന് അനുമോൾ അങ്ങോട്ട് പോകുമ്പോൾ അനുമോൾ കണ്ട കാഴ്ച അനുമോൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ അതൊരു മോശം പ്രവൃത്തിയാണോ അല്ലെങ്കിൽ ആ പുതപ്പിനടിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ പുതപ്പിനടിയിലുള്ളവർക്ക് മാത്രമേ അറിയൂ. അല്ലെങ്കിൽ അത്രയും ക്യാമറ അവിടെ ഉണ്ട് എന്നുള്ളത് ആര്യനും ജിസേലിനും അറിയാം. അപ്പോൾ അവരങ്ങനത്തെ ഒരു അനുമോൾ ഉന്നയിക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടും. അനുമോൾ അത്രയും കോൺഫിഡൻസോടുകൂടി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മസ്താനി പറഞ്ഞു ഞാനിതൊക്കെ പുറത്തുനിന്ന് കണ്ടുവരികയാണ്. ഈ ഒരു ഓവർ കോൺഫിഡൻസ് അനുവിൻ്റെ അടുത്തുണ്ട്. അതാണ് മസ്താനിൻ്റെ അടുത്ത് പോയി ഉറപ്പിച്ചതിന് ശേഷം അനു ഇങ്ങോട്ട് വരുന്നത്. അതേപോലെ തന്നെ ജിസിൻ തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതും അനുവിന് നല്ല ബോധ്യമുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് അനു അത് ഇന്ന് പറഞ്ഞത്. അഭിലാഷ് അവിടെ ചോദിക്കുന്നുണ്ട് അന്ന് പറയാതെ ഇന്ന് പറഞ്ഞത് എന്താണെന്ന്. അപ്പോൾ ഇന്ന് പറയാനുള്ള കാരണം മസ്താനി ഇത് കണ്ടു എന്ന് അനുവിന് മനസ്സിലായി. അതേപോലെ തന്നെ ജിസിൻ കൂടെ ഉണ്ടെന്നുള്ളത് അനുവിന് മനസ്സിലായി. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വന്ന് ഇത് തെളിവ് സഹിതം നിരത്തി അനുവിൻ്റെ അടുത്താണ് ന്യായം, അനു പറഞ്ഞതാണ് ശരി എങ്കിൽ അനുവിൻ്റെ ഇമേജ് മൊത്തം ഉയരും. അനു പറയുന്നതാണ് കറക്റ്റ്. അനു ടോപ്പ് ലെവലിലേക്ക് ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ ജിസേലിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്താണ് ശരിയെങ്കിൽ അനുവിൻ്റെ ഇമേജ് താഴോട്ട് പോവുകയും ചെയ്യും. എന്തായാലും അനു ഇന്ന് എടുത്തത് വലിയ ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ധൈര്യസമേതത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ചില്ലറ ധൈര്യം അതിന് മതിയാകില്ല എന്നാണ്. അത്ര ഒരു ധൈര്യം കാണിച്ചു അനു എന്നുള്ളത് ശരിയാണ്. എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ആരുന്നയിച്ച കാര്യങ്ങളാണ്, ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം.